വേനൽ കനക്കുന്നതോടെ ഹൈറേഞ്ചിലെ കർഷകരുടെ ആശങ്കയും വർദ്ധിക്കുന്നു. 2024 കനത്ത വേനലിൽ കർഷകർക്ക് വലിയ കൃഷിനാശമാണ് സംഭവിച്ചത്. ഏലം കർഷകരെയായിരുന്നു വേനൽ കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത്. കർഷകരിൽ ആശങ്ക ഉയർത്തി പുഴകളിലും അരുവികളിലുമൊക്കെ ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞു. വേനൽ മഴ പെയ്യുന്നത് വൈകിയാൽ ജില്ലയിലെ കാർഷിക മേഖല കൂടുതൽ പരുങ്ങലിലാകും. ഹൈറേഞ്ചിൽ മഴ മാറി വേനൽക്കാലം ആരംഭിച്ചിട്ട് 1.5 മാസം പിന്നിടുകയാണ്. ഡിസംബർ അവസാന വാരമായിരുന്നു മഴ ലഭിച്ചത്. വേനൽ കനത്തു തുടങ്ങിയതോടെ ഹൈറേഞ്ചിൽ കർഷകരുടെ ആശങ്കയും വർദ്ധിച്ചു. 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലുണ്ടായ കനത്ത വേനലിൽ ഹൈറേഞ്ചിന്റെ കാർഷിക മേഖല പാടെ കരിഞ്ഞുണങ്ങിയിരുന്നു. ഏലം കർഷകരെയായിരുന്നു വേനൽ കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത്. ഏലച്ചെടികൾ ഒന്നുപോലുമില്ലാതെ ഉണങ്ങി നശിച്ച തോട്ടങ്ങൾ ഹൈറേഞ്ചിലുണ്ടായി. ഇത് കഴിഞ്ഞ വർഷത്തെ ഏലക്ക ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചു. മറയൂരിൽ കരിമ്പ് കൃഷിയും പച്ചക്കറികളും 2024 കനത്ത വേനലിൽ ഉണങ്ങി നശിച്ചിരുന്നു. ദിവസങ്ങളോളം മഴ പെയ്യാതെ മാറി നിന്നതാണ് കർഷകർക്ക് വിനയായത്. ഇത്തവണ മഴ മാറി വേനൽ കനത്തു തുടങ്ങിയതോടെ കർഷകരുടെ മനസ്സിൽ ആശങ്കയാണ്. പുഴകളിലും അരുവികളിലുമൊക്കെ ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞു. ജലസേചനത്തിനുള്ള വഴി അടഞ്ഞതായിരുന്നു 2024 നഷ്ടക്കണക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയത്. മുൻകരുതലായി ഇത്തവണ ഏലം കർഷകർ കൂടുതൽ പടുതാക്കുളങ്ങൾ തീർത്ത് വെള്ളം ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുടിവെള്ളത്തിനുപയോഗിക്കുന്ന ജലസ്രോതസ്സുകളിലും ജലലഭ്യതയുടെ അളവ് കുറഞ്ഞു. വേനൽ മഴ പെയ്യുന്നത് വൈകിയാൽ ജില്ലയുടെ കാർഷിക മേഖല കൂടുതൽ പരുങ്ങലിലാകും. അന്തരീക്ഷ താപനില വലിയ തോതിൽ ഉയർന്നാൽ കാർഷിക മേഖല കൂടുതൽ കരിഞ്ഞുണങ്ങും. വേനൽ കൂടുതൽ കനക്ക് മുമ്പേ നേരിയ അളവിലെങ്കിലും മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹൈറേഞ്ചിന്റെ കാർഷിക മേഖല. ന്യൂസ് ബ്യൂറോ, അടിമാലി.